ഹായ് ഹലോ ശിവദീക്ഷയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് വെൽക്കം. ഒരു ചെറിയ ട്യൂട്ടോറിയലായിട്ടാണ് ഇന്ന് നമ്മൾ പ്രസൻ്റ് ആയിട്ടിരിക്കുന്നത്. ഹുക്ക് വയ്ക്കാനുള്ള ബ്ലൗസുകൾക്ക് അയ്പ്പടിയും ഹുക്ക് പടിയും വയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് കാണാൻ പോകുന്നത്. രണ്ടും സ്റ്റെപ്സൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ നേരിയ വ്യത്യാസങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ആ വ്യത്യാസങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കിഡ്സിൻ്റെ ക്രോപ്പ് ടോപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറും പിടിപ്പിച്ച് ശേഷം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒക്കെ കറക്റ്റായിട്ട് ലെങ്ത് വൈസ് നോക്കിയിട്ട് അതിൻ്റെ വേസ്റ്റ് വരുന്ന ഭാഗമുണ്ടല്ലോ, ബോട്ടം പോർഷൻ, അവിടെ ബാൻഡ് വെച്ചിട്ട് മടക്കിയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബാൻഡ് വെച്ചിട്ട്, അതായത് നമ്മളുടെ ഹുക്ക് പടിയും അതുപോലെ തന്നെ അയ്പ്പടിയും ചേർക്കണം. അപ്പോൾ ആദ്യം തന്നെ ഹുക്ക് കൊളുത്തുന്നതിനുള്ള അയ്പ്പടിയാണ് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത്. ഫ്രണ്ട് ഓപ്പൺ ആയാലും ബാക്ക് ഓപ്പൺ ആയാലും നമ്മളുടെ അയ്പ്പടി എപ്പോഴും കോമൺലി വരുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്താണ് ഞാനിവിടെ എടുക്കുന്നത്. അയ്പ്പടി മാക്സിമം നമ്മൾ എടുക്കുന്ന മെയിൻ മെറ്റീരിയൽ തന്നെ എടുക്കാൻ നോക്കുക. അതാണ് അയ്പ്പടി വയ്ക്കാൻ നല്ലത്. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള ലൈനിങ് ആയാലും ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ വിട്ട് നമുക്കൊരു 2.25 തുടങ്ങി 3 വരെ വയ്ക്കാം. ഒരുപാട് കൂടി പോകാനോ അല്ലെങ്കിൽ തീരെ ഇല്ലാതെ കുറഞ്ഞു പോകാനോ പാടില്ല. സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്ന ഈ ഒരു ഫാബ്രിക് നമ്മൾ വച്ച് ചേർക്കുന്നത് ഡ്രസ്സിൻ്റെ റോങ് സൈഡിലേക്കാണ്. അപ്പോൾ ആദ്യത്തെ, അതായത് അയ്പ്പടി വയ്ക്കുന്നത് ഈ ഒരു ലെഫ്റ്റ് പീസിലേക്കാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ റോങ് സൈഡിലേക്ക് നമ്മൾ 3 ഇഞ്ച് വിട്ട് ഉള്ള ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡ് ചേർത്ത് വയ്ക്കും. ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ ഗ്യാപ്പിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു തവണ നമ്മളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു. വേണ്ടത് നമ്മൾ എടുക്കുന്ന ബ്ലൗസിൻ്റെ ലെങ്ത്തിനെ അപേക്ഷിച്ചിരിക്കും. അതാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാഞ്ഞത്, വിട്ട് മാത്രം പറഞ്ഞത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബ്ലൗസിൻ്റെ നെക്ക് പോർഷൻ തൊട്ട് ബോട്ടം വരെയുള്ള ലെങ്ത്ത് എത്രയാണോ അത് നോക്കിയിട്ട് അതിനേക്കാളും ഒരു 1 ഇഞ്ച് കൂടുതലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഇഞ്ച് കൂടുതൽ എടുക്കുന്നതിന് നെക്കിൻ്റെ ഭാഗത്തും അതുപോലെ ബോട്ടം പോർഷനിലും 1/2 ഇഞ്ച് വീതം നമ്മൾ മടക്കി തയ്ക്കും. അപ്പോൾ അതുകൊണ്ടാണ് 1 ഇഞ്ച് കൂടുതൽ ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചേർത്ത് വച്ചിട്ട് ഒരടിപ്പടിക്കാം. ഞാനിവിടെ 2 അടിപ്പ് അടിക്കുന്നില്ല, നമ്മൾ പരത്തി അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് സിംഗിളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടല്ലോ, അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ എക്സ്ട്രാ വച്ച് ചേർത്തിട്ടുള്ള ആ പീസ് ഉണ്ടല്ലോ, അതൊന്ന് തിരിച്ചിടണം. മറിച്ചിട്ടിട്ട് അതിൻ്റെ സൈഡിലൂടെ നമ്മൾ പതിച്ചടിക്കുക എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ചിലർ പരത്തി അടിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ പതിച്ചടിക്കാം. അപ്പോൾ ഇങ്ങനെ പതിച്ചടിക്കുമ്പോൾ നമുക്ക് 2 കാര്യമുണ്ട്. രണ്ടാമതൊരു സ്റ്റിച്ചിങ് ആ ഒരു പരത്തി അടിക്കുന്നതിൽ കഴിയും. പിന്നെ നമുക്ക് മടക്കി എടുക്കാനുള്ള ഒരു എളുപ്പം ഉണ്ടാവും. ഫിനിഷിങ്ങോടുകൂടി നമുക്ക് തയ്ച്ചെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് വീതം ആ മുകളിലും താഴെയും വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൈയോടെ വേണമെങ്കിൽ നമുക്കതൊന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വേണമെങ്കിൽ പരത്തി അടിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, എങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യാം. അതല്ല ഇനി നമ്മൾ ആ മടക്കി എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ എടുത്താലും മതിയാവും. എങ്ങനെ ചെയ്താലും ഫിനിഷിങ്ങോടുകൂടി ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെയും കൂടി തയ്ച്ച് എടുക്കണം. അതിന് ശേഷം നമ്മൾ ഡ്രസ്സിൻ്റെ റൈറ്റ് സൈഡ് എടുക്കുക. അപ്പോൾ ഡ്രസ്സിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് നമ്മളുടെ അയ്പ്പടി വന്ന് ചേരുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റോങ് സൈഡിൽ തന്നെ വേണം ഈ ഒരു ഇത് വച്ച് പിടിപ്പിക്കാൻ. ഇതെപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിയുമ്പോൾ ചിലപ്പോൾ കുളത്ത് വയ്ക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കുളത്ത് പോർഷനായി മാറും. അപ്പോൾ അത് ശരിയല്ലല്ലോ. നമ്മൾ റൈറ്റ് സൈഡിൽ തന്നെയാണ് കുളത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മുടെ ഇനി വരുന്ന പോർഷൻ നമ്മൾ മടക്കി തയ്ക്കണം. തയ്ക്കുമ്പോൾ എല്ലാം കൂടി ചേർത്തങ്ങ് വയ്ക്കാതെ ഒരു ഗ്യാപ്പ് ഇട്ട് മടക്കിയിട്ട് വേണം. ആ 1/2 ഇഞ്ച് മാത്രം
മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഡ്രസ്സ്, അതിൻ്റെ 1/2 ഇഞ്ച് മാത്രം മുകളിലേക്ക് ആക്കി മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് അയപ്പടി തയ്ച്ചെടുക്കേണ്ടത്. കണ്ടോ? അപ്പോൾ ഈ ഒരു മാക്സിമം ഒരു 1 ഇഞ്ച് വീതിയെങ്കിലും നമുക്കത് കിട്ടിയിരിക്കണം. മിനിമം ആണ് കേട്ടോ. മിനിമം 1 ഇഞ്ച് വീതിയിലെങ്കിലും കിട്ടണം. പിന്നെ നമുക്ക് ഈ അയപ്പടിയിൽ കൊളുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഗ്യാപ്പൊക്കെ ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു റഫായിട്ടുള്ളൊരു സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഗ്യാപ്പ് എങ്ങനെ ഇടണമെന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂല് കൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സൂചി നൂലും വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഗ്യാപ്പിട്ട് തയ്ക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു അടുപ്പ് അതിലൂടെ അടിച്ചു വിടുന്നുണ്ട്. നടുഭാഗത്തൂടെ ആയിട്ട് അടിച്ചു വിടുന്നത്. അപ്പോൾ അത് നമ്മൾ അടിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഹുക്കിൻ്റെ പോർഷനിലും ചെയ്തെടുക്കുന്നത്. അവിടെ നമ്മൾ എടുക്കുന്ന എക്സ്ട്രാ ക്ലോത്ത് അത് ചിലപ്പോൾ ഒരു 2 ഇഞ്ചോ 2.25 ഇഞ്ചോ ഒക്കെ മതിയാവും. ഒരുപാട് കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും എടുക്കേണ്ട ആവശ്യമില്ല. 3 ഇഞ്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചധികം എടുത്തിട്ട് അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റിക്കളയാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം. അതായത് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് എടുത്തു, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവരും തയ്ക്കാൻ എടുക്കുന്ന തയ്യൽത്തുമ്പ് ഒരുപോലെ ആവണമെന്നില്ല. അപ്പം ഞാൻ എടുക്കുന്ന തയ്യൽത്തുമ്പ് പോലെ ആയിരിക്കില്ല നിങ്ങൾ എടുക്കുന്നത്. അപ്പം അതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്കത് എടുത്തിട്ട് അവസാനം ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞ് അടിച്ചെടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് ഹുക്ക് വയ്ക്കുന്ന പോർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ റൈറ്റ് പോർഷനിലേക്ക് തന്നെയാണ്, അതായത് റൈറ്റ് സൈഡിലേക്ക് തന്നെയാണ് നമ്മൾ എക്സ്ട്രാ വച്ച് ചേർക്കുന്ന ക്ലോത്ത് വച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീതി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ എക്സ്ട്രാ വച്ച് ചേർക്കുന്ന റൈറ്റ് സൈഡ് ചേർത്ത് വയ്ക്കണം. അപ്പോൾ രണ്ടിൻ്റെ റൈറ്റ് സൈഡുകൾ ചേർത്ത് വച്ചിട്ട് 1/2 ഇഞ്ച് വീതം നമ്മൾ താഴെ മുകളിലും ഗ്യാപ്പ് അല്ലെങ്കിൽ ക്ലോത്ത് വിട്ടിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. സെയിം തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ആ വ്യത്യാസങ്ങൾ മാറി വരുമ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ തയ്ച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നവർക്ക്, സ്റ്റിച്ചിങ്ങിൻ്റെ ബിഗിനിങ് ആയിട്ട് തുടങ്ങിയിട്ടുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ നമുക്കത് കണ്ടോ, ഞാനിപ്പോൾ അവിടെ എടുത്തപ്പോൾ കുറച്ചധികം വന്നു. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്യാണ്. നമുക്കൊരു 1/2 ഇഞ്ച് അത്രയും മതിയാവും. ഇത് ശരിക്കും പിന്നി പോകുന്ന തുണിയാണ്. അപ്പോൾ നമ്മളൊരു ഇത്തിരി എക്സ്ട്രാ ഇട്ടു എന്ന് കരുതിയിട്ട് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ. നമ്മൾ തയ്ക്കുന്ന സമയത്ത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നിയാൽ മാത്രം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക. പിന്നെന്താ, പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങളും സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഇഷ്ടമുള്ളവരാണെങ്കിൽ, സ്റ്റിച്ചിങ്ങിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ, അറിയില്ല അല്ലെങ്കിൽ മടിയാണെന്ന് വിചാരിച്ചിരിക്കാണ്ട് സ്റ്റിച്ചിങ് നിങ്ങളുടെ ഒരു പാഷനാക്കി മാറ്റുക. കണ്ടോ? അപ്പോൾ ഇനി നമുക്കിത് മടക്കിയിട്ട് ഇത് നമ്മൾ ഫുള്ളി ആയിട്ട് മടക്കി ആ ഒരു ക്ലോത്തിൽ, അതായത് എത്രയാണോ ആ ക്ലോത്ത് ഉണ്ടായത്, നമ്മുടെ ആ ഡ്രസ്സ് എത്രയാണോ ഉണ്ടായത് അത്രയും ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് തന്നെയാണ് തയ്ക്കുന്നത്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ പറയുന്നതിലും നന്നായിട്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ അതൊക്കെ നിങ്ങൾ പറയുക, നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ,
അപ്പോൾ എനിക്ക് കുറച്ചും കൂടി നിങ്ങളുടെ സജഷൻസിനനുസരിച്ചിട്ട് മാറ്റാൻ പറ്റുമല്ലോ. അപ്പോൾ വേണം നമ്മൾ ആ എക്സ്ട്രാ വച്ചിരുന്ന ക്ലോത്ത് മുഴുവൻ മടക്കി എന്താണ് ഈ ഒരു ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ട് തന്നെയാണ് തയ്ക്കുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പിന്നി പോകാൻ സാധ്യതയുള്ള തുണികളാണെങ്കിൽ കുറച്ചധികം തന്നെ എടുത്തെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞ് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് കുളത്തൊക്കെ പിടിപ്പിച്ചതിന് ശേഷം എങ്ങനെയാണെന്ന് കാണാം കേട്ടോ നമുക്ക്. അപ്പോൾ ബാക്കി വരുന്ന നൂലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നന്നായി സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിനി നമുക്ക് അടുത്തത് കാണാം. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു റിസൾട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ലപോലെ നമുക്ക് ഫിനിഷ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫുള്ള് കണ്ടിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഇതുപോലെയുള്ള ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ കൂടെ നിങ്ങളെപ്പോഴും ഉണ്ടാവണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.